BAMS അഥവാ ആയുർവേദ കോഴ്സിന് കേരളത്തിൽ ഈ വർഷം അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് കീം കൗൺസിലിംഗ് വഴിയാണ് അല്ലേ? കേരളത്തിലെ ആയുർവേദ സീറ്റുകളെല്ലാം ഫില്ല് ചെയ്യുന്നത് കീം കൗൺസിലിംഗ് വഴിയാണ്. അതെ, കഴിഞ്ഞ വർഷം മുൻപ് വരെ 15% സീറ്റ്സ് കോളേജിന് ഡയറക്റ്റായിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറഞ്ഞ്. ഇപ്പോൾ ആ മാനേജ്മെൻറ്റ് കോട്ടയും കൂടെ ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ കീമിലേക്ക് സറണ്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ 100% സീറ്റ്സും ഫില്ല് ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറുള്ള കീം തന്നെയാണ്. മാത്രമല്ല, ഇത് MBBS BDS കൗൺസിലിങ്ങിൻ്റെ ഒപ്പം അല്ല ആയുർവേദം നടക്കുന്നത് അല്ലേ? അതെ, ആയുർവേദം, ഹോമിയോ, യുനാനി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഇതിന് സെപ്പറേറ്റ് ഒരു കൗൺസിലിംഗ് ആണ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് പൊതുവേ വിളിക്കാറ്. അതെ, അപ്പോൾ ഇതിനകത്ത് കീം കൗൺസിലിംഗ് വഴി ഒരു ബെറ്റർ കോളേജ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് ആണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി അല്ലേ? അതെ. ഒരു ബെറ്റർ കോളേജ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ച് ആർക്കും വലിയൊരു ധാരണ കാണത്തില്ല. ഇപ്പം ഗവൺമെൻറ് സെക്ടറിനേക്കാളും ക്വാളിറ്റിയുള്ള കോളേജുകൾ പ്രൈവറ്റിലുണ്ട് അല്ലേ? അതെ, ആയുർവേദം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറാണ്. ഗവൺമെൻറ്റിൽ ഈ പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് എന്നൊരു ആസ്പെക്റ്റിൽ ഉപരിയായിട്ട് ഇതിനെ കാണുന്നില്ല. ഒരു ട്രീറ്റ്മെൻറ്റ് സെക്ടർ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ആയുർവേദം ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് പ്ലസ് ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിലും കൂടിയാണ്. നമുക്ക് അങ്ങനെ ട്രെയിനിങ് കിട്ടിയാൽ മാത്രമാണ് ഒരു ബെറ്റർ ഡോക്ടറായിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു ഏണിംഗ് ഡോക്ടറായിട്ട് നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ ആയുർവേദം സംബന്ധിച്ച്. അപ്പോൾ പൊതുവേ ഇതിനേക്കാളും ഗവൺമെൻറ് സെക്ടറുള്ളതിനേക്കാളും എക്സൽ ചെയ്യുന്ന ഒത്തിരി പ്രൈവറ്റ് കോളേജസ് കേരളത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് SC ST OECക്കാരെ സംബന്ധിച്ച് കേരളത്തിലിപ്പോൾ ഗവൺമെൻറ്റിലായാലും പ്രൈവറ്റിലാണെങ്കിലും അവരെ സംബന്ധിച്ച് ഫ്രീ തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൽ ഏതെങ്കിലും ഒരു ആവറേജ് കോളേജ് എടുക്കുന്നേക്കാളും നല്ലത് പ്രൈവറ്റിലെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒത്തിരി നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ? അതെ, കേരളത്തിൽ ഒത്തിരി ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജിനേക്കാളും ഒത്തിരി ബാക്ക് ഹിസ്റ്ററി അവകാശപ്പെടാൻ സാധിക്കുന്ന പ്രൈവറ്റ് സെക്ടറിലുള്ള കോളേജസ് ഉണ്ട്. ട്രഡീഷണലായിട്ടുള്ള വൈദ്യന്മാർ നടത്തുന്നതോ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യമുള്ള കോളേജസ് ഇഷ്ടം പോലെ കേരളത്തിൽ അവൈലബിൾ ആണ്. സോ SC ST OECക്കാർക്ക് എവിടെ പോയാലും ഫീസില്ല. ഇവിടെയാണെങ്കിൽ 100% ഡേവ് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും ഇത് ചൂസ് ചെയ്യുമായിരിക്കും ബെറ്ററായിട്ട് എനിക്കും ഫീൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആയുർവേദ കോഴ്സിൻ്റെ ആ ഒരു ഫീസ് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് പാക്കേജ് ആണ് അല്ലേ? അതെ, മറ്റൊരു മെഡിക്കൽ കോഴ്സിനും ഇത്ര ഒരു ലോ ഫീസ് ഇല്ല. ഓൾ ഓവർ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അതർ സ്റ്റേറ്റിൽ നിന്ന്, സാധാരണ കേരളത്തിൽ നിന്ന് പഠിക്കാൻ എല്ലാ കോഴ്സിനും വെളിയിൽ ആൾ പോവുകയാണ്. ഈ ആയുർവേദത്തിന് മാത്രമാണ് കേരളത്തിലേക്ക് ആൾ വരുന്നത്. കാരണം കേരളത്തിൽ ഏറ്റവും ഫീസ് കുറവാണ് ഓൾ ഓവർ ഇന്ത്യ നോക്കിയാൽ പോലും. ഏറ്റവും ട്രഡീഷൻ അവകാശപ്പെടാൻ പറ്റുന്ന കോളേജസും കേരളത്തിലാണുള്ളത്. ക്വാളിറ്റി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ്. ഈവൻ നമുക്ക് ചില കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വരെ പറ്റുന്നുണ്ട്. ഈ നോർമൽ ഗവൺമെൻറ് ഫീ നിന്ന് സ്കോളർഷിപ്പ് കൊടുക്കാൻ വരെ പറ്റുന്നുണ്ട് അല്ലേ? പറ്റുന്ന കോളേജസ് ഉണ്ട്. ഈ പറഞ്ഞ BAMS കൗൺസിലിങ്ങിന് കൃത്യമായിട്ട് കോളേജിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള കോളേജിൽ പോലും ജസ്റ്റ് നീറ്റ് ക്വാളിഫൈഡ് ആൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതാണ്. BAMSനെ സംബന്ധിച്ച് ജസ്റ്റ് ക്വാളിഫൈഡ് ആൾക്കും ഏറ്റവും ക്വാളിറ്റിയുള്ള കോളേജിൽ എത്തിച്ചേരാൻ ഉറപ്പായിട്ടും സാധിക്കും. മിക്ക കുട്ടികളും ശ്രദ്ധിക്കാതെ ഓപ്ഷൻ കൊടുക്കുന്ന ഒരു മേഖലയാണ് അല്ലേ? അതെ, BAMSനെ സംബന്ധിച്ചൊരു ഒരു വേഗമായിട്ട് ഓപ്ഷൻ കൊടുക്കുക എന്ന് മാത്രം. കേരളത്തിൽ തന്നെ തീരെ ലോ ക്വാളിറ്റി കോളേജുകളും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. 1-2 എണ്ണം. അന്ന് പറഞ്ഞാൽ ചിലർ അതിൽ പോയി പെടുന്നവരുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ആവുന്ന കോളേജിൽ കേരളത്തിലുണ്ട്. അതായത് 1-2 വർഷത്തിനുള്ളിൽ പൂട്ടിക്കെട്ടുന്ന ടൈപ്പ് കോളേജുകളും ഉണ്ട്. എന്തുവാട്ടെ, നമുക്ക് അങ്ങനെയുള്ള കോളേജും കേരളത്തിൽ അവൈലബിൾ ആണ്. അല്ല, ഇവൻ അവിടെ കയറിയാലും സ്റ്റുഡൻസ് സേഫ് ആണ് ഗവൺമെൻറ് കൗൺസിലിംഗ് ത്രൂ ആയതുകൊണ്ട്. പക്ഷേ എന്ത് സ്കോർ ആയവർക്ക് ഏറ്റവും ബെറ്ററിൽ എത്താൻ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് സീറ്റ്സിന് 3 lakhs ഫീസ് ഉണ്ടെങ്കിലും നോർമൽ ഫീസ് മാത്രം നമ്മൾ ത്രൂ കളക്ട് ചെയ്യുന്ന കോളേജും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് ത്രൂ തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് ഈ ഫീസിന് 1 lakh ഡിസ്കൗണ്ട് കിട്ടുന്ന കോളേജും ഉണ്ട്. സോ അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റിൽ തന്നെ എത്താൻ ആർക്കും സാധിക്കും. ഏത് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചും BAMSന് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ പഠിക്കുക എന്നുള്ളത് നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടായ കാര്യമല്ല. അതെ, അപ്പോൾ കേരളത്തിലെ BAMS അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഡൗട്ടിനും നമ്മളെ കോൺടാക്ട് ചെയ്യാം, പ്രത്യേകിച്ചും കീം കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ. അതെ, നമ്മൾ ത്രൂ കഴിഞ്ഞ പ്രാവശ്യം ഒരു 200+ സ്റ്റുഡൻസ് BAMS കോഴ്സിന് എൻ്റയർ കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. മികച്ച കോളേജുകൾ. അതെ, ഏത് കോളേജിൽ വിളിച്ചാലും നമുക്ക് ഒരു റെഫറൻസ് തരാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും, നിങ്ങളുടെ വീടിനടുത്തുനിന്ന് തന്നെ. സോ BAMS സംബന്ധിച്ച് ഓപ്ഷൻ ഫില്ലിങ്ങിനായിക്കോട്ടെ എന്ത് ഡൗട്ട്സിനായിക്കോട്ടെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.